ഇതിപ്പോ നടന്ന് നമ്മള് കൊച്ചിയിലെത്തുവോ? കൊച്ചിയിലെത്തിയ പൈയുടെ തട്ടുകടന്ന് നല്ല സൂപ്പർ ദോശ കഴിക്കായിരുന്നു. ഇവിടെയൊക്കെ വല്ല ദൊപ്പം കിട്ടുള്ളൂ. ദോശയല്ല വെളുപ്പാങ്കാലത്ത് ഒരുമാതിരി അളിഞ്ഞ തമാശ അടിച്ചോണ്ടല്ലോ. ജയിലിൽ നിന്ന് കിട്ടിയ ഫുഡാണെങ്കിലേ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. പെണ്ണാണെന്ന് കരുതി ഇവനെ ജയിൽ വാർഡന്മാര് നന്നായിട്ട് സൽക്കരിച്ചു. ഒരുതരം തട്ടിലും മുട്ടിലും ഞാനൊന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നു കൊടുത്തു. ജയിലിലെ പോലീസുകാർ എന്തിനു കുറ്റം പറയുന്നു? ഇവനെ കണ്ടാൽ ചിലപ്പോ എന്റെ കൺട്രോളിന് പോകും. എല്ലടി ചക്കര അത് കണ്ടോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ സാറേ, ഒരു പെണ്ണിനെ അവര് മാറി മാറി പീഡിപ്പിക്കുന്നു. ഏതാടാ നീയൊക്കെ? ഇവളേതാ? എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു ചാവടിക്കാൻ ഇറങ്ങിയ എങ്ങനെ ഉറക്കം വരുവാടാ? അതുപോലത്തെ ഒരു ഉരുപ്പടിയല്ലേ കൂടെ ഉള്ളത്. കേരള വണ്ടിയിലെ സാർ, ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാ. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായടാ, പരിപാടിയും കഴിഞ്ഞ് വരികയാണെന്ന്. കേരള വണ്ടിയിലെ ഇനി ഉള്ള സത്യം പറയാമല്ലോ, ഞങ്ങള് ജയിലിൽ നിന്ന് വരിക. വീണ്ടും തുടങ്ങിയല്ല. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ മുന്നിൽ കൊണ്ട് നിർത്തി അതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ എസ് ഐ മന്മഥരാജൻ. നിങ്ങൾ വിചാരിച്ചോളാം. എന്റെ പൊന്ന് സാറേ, സത്യമായിട്ട് ഇത് പെണ്ണല്ല, ഞങ്ങളുടെ ട്രൂപ്പിലെ ഫീമെയിൽ ആർട്ടിസ്റ്റാ. കലാദർശന. കലാദർശന എന്താ ആർട്ടിസ്റ്റ്? ഫീമെയിൽ ആർട്ടിസ്റ്റ്. അതെ സാറേ, വിശ്വാസം പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ വിളിച്ചു. അല്ല സാറേ, സാറ് കാര്യം ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ചു നോക്ക്. എന്താ സാർ? വേണ്ട. ഇതേപോലൊരു കേസ് സസ്പെൻഷനിലായിട്ട് ഞാൻ തിരികെ കയറിയിട്ട് വെറും 6 മാസമേ ആയുള്ളൂ. വീണ്ടും തൊപ്പി നിർമ്മിക്കാനുള്ള പരിപാടി ആലോചിക്കാം നീയൊക്കെ. തങ്കമ്മേ, ഇതിനു മുമ്പ് ഈ ഏരിയയിൽ ഇവളെ ആരെങ്കിലും കാണുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്ക. മുമ്പൊരിക്കലേ CSR ഇവളെ പൊക്കിയിട്ടുണ്ടോന്നൊരു സംശയം. സംശയം വേണ്ട, അയാള് പൊക്കാൻ അയാള് ഭയങ്കര പിടിക്കണം. എന്തായാലും ഇവളെ നീ അടിമുടി ശരിക്കും പരിശോധിക്കണം. ശരി സാർ. സാറേ, അത് വേണോ? ഇത് വേണ്ട. വേണ്ട. ഈ തങ്കമ്മ സാറ് വിവാഹിതയാണോ? 1-2 ആലോചന വന്നതാ. പക്ഷെ ഞാനുമായിട്ടുള്ള ഇരിപ്പ് അറിഞ്ഞപ്പോ അവരെല്ലാം വേണ്ടെന്ന് വെച്ചു. നല്ല മാച്ചായിരിക്കും. ഈ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും സാറേ, തങ്കമ്മ സാറിന് കുറവാണ്. എന്റെ തങ്കമ്മയുടെ കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? പരിശോധന കഴിയുന്നവരെ ഒറ്റ അക്ഷരം മിണ്ടിപ്പോവരുത്. ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ, പക്ഷെ കാണാത്തത് കാണുമ്പോ അത് നേരിടാനുള്ള ശക്തി തങ്കമ്മ സാറിന് കൊടുത്താ മതിയായിരുന്നു. തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്ന് സാറേ, എന്റെ സാറേ, പിടിക്കണോ? കുറച്ച് വെള്ളം എടുത്തോളൂ. തങ്കു പറ മോളെ, നിനക്ക് എന്ത് പറ്റി? അവനെ വല്ലതും ചെയ്തോ? ഞാൻ പറയാം. പരിശോധിച്ച് വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ടു പേടിച്ചു ഇല്ലേ?